ബാക്ക്. സീബ്ര ലൈൻ നിയമങ്ങൾ പാലിക്കാതെ വാഹനങ്ങൾ. തലസ്ഥാനത്ത് ഒരു മാസത്തിനിടെ 641 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. MVD പരിശോധന കർശനമാക്കിയിരിക്കുന്നു. ആഷൻ ഡിയേഗോ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ആഷൻ ഡിയേഗോ. സീബ്ര ലൈൻ പിന്നെ എന്തിനാണ് ഇട്ടിരിക്കുന്നത് എന്ന ചോദ്യം അവിടെ ഉയരുകയല്ലേ? എന്തുകൊണ്ടാണ് ഈ നിയമലംഘനം? പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ചു കിടക്കുന്നതിനാണ് ഇത്തരത്തിൽ റോഡുകളിൽ സീബ്ര ലൈനുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും ഈ സീബ്ര ലൈനിൽ കാൽനട യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉള്ളത്. കാരണം ഒന്നുകിൽ ട്രാഫിക് സിഗ്നലിന് മുന്നിലായി വാഹനങ്ങൾ ഈ സീബ്ര ലൈന് മുകളിലേക്ക് കയറ്റിയിടും, അല്ലെങ്കിൽ ഇവരുടെ ഈ നടന്നു പോകുന്നതിന് സൗകര്യം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടൊക്കെ പോകും. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ മാസം മുതൽ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാനത്തെ സീബ്ര ലൈനുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കർശനമാക്കിയത്. ഇതേ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ഒരു മാസത്തോളമായി വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി 641 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എല്ലായിടത്തും ഇത് തന്നെയാണ്. അതായത് ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സീബ്ര ലൈനിലൂടെ ആളുകൾ പോകുമ്പോൾ തന്നെ ഇത്തരത്തിൽ വാഹനങ്ങൾ എടുത്ത് മുന്നോട്ട് ചാടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത്തരത്തിൽ ഈ സീബ്ര ലൈനിനെ ഒന്നുകിൽ സീബ്ര ലൈനിന് കുറുകെ വാഹനങ്ങൾ ഇടുക, അല്ലെങ്കിൽ സിഗ്നൽ എത്തുന്നതിന് മുൻപേ തന്നെ ഈ സീബ്ര ലൈനിന് കുറച്ച് മീറ്റർ അകലെയായി വാഹനങ്ങൾ നിർത്തണം എന്നുള്ളതാണ് റൂള്. പക്ഷേ ഇതൊന്നും പാലിക്കാതെ 641 പേരാണ് കഴിഞ്ഞ. അതായത് സിഗ്നൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കും, പക്ഷേ സീബ്ര ലൈൻ ക്രോസിംഗ് എന്ന് പറയുന്നത് കാൽനട യാത്രക്കാർക്ക് ഒരുക്കി നൽകിയിരിക്കുന്ന അടിസ്ഥാന സൗകര്യമാണ് എന്നത് മനസ്സിലാക്കാതെയുള്ള നിയമലംഘനങ്ങളാണ്. MVDയുടെ പരിശോധന കൂടുതൽ കർശനമാകേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. താങ്ക് യു ആഷൻ ഡിയേഗോ.